Hey, this is Outlaw Studios. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഏപ്രിൽ 1 കഴിഞ്ഞു, അതായത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു. 2025 ഫിനാൻഷ്യൽ ഇയർ ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാവുന്ന ഒരു കാര്യം ഉണ്ടാവാറുണ്ട് എപ്പോഴും. അതായത് നാഷണൽ മിനിമം വേജ് ചേഞ്ച് ആയിട്ടുണ്ട്, അഥവാ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഫോണൊക്കെ ഉണ്ട്, സെറ്റപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നാഷണൽ മിനിമം വേജ് ആയിട്ട് 11.44 ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് 2024 ഏപ്രിൽ ടു 2025 മാർച്ച് 31 വരെയുള്ളത് 11.44. അത് 12.21 ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് യു കെയിൽ 21 മേലേജുള്ള എല്ലാവരുടെയും നാഷണൽ മിനിമം വേജ് ആണ് ഈ 12.21 എന്ന് പറയുന്നത്. ജോബ്സിന്റെ ക്യാഷ് ആൻഡ് ഇത് പെടില്ല. അപ്പോൾ ഇനി മുതൽ നമുക്ക് 12.21 വെച്ചിട്ട് കിട്ടും. ഇതാണ് ഹാപ്പി ന്യൂസ്. ഇനി വരാൻ പോകുന്നവർക്കും യു കെയിലേക്ക് വരാൻ പോകുന്നവർക്കൊക്കെ ഇതായിരിക്കും നാഷണൽ മിനിമം വേജ്. ആക്ച്വലി ഞാൻ യു കെയിലേക്ക് വന്നത് 2022 2022 ജനുവരിയിൽ ഇവിടെ എത്തി. അപ്പോഴത്തെ നാഷണൽ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ 891 ആയിരുന്നു. 891 വെച്ചിട്ടാണ് ഞാൻ നാട്ടിലിരുന്ന് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ടിരുന്നത്. ഈ ഒരു മാസം 20 മണിക്കൂർ പോയി എത്ര കിട്ടും, 40 മണിക്കൂർ പോയി എത്ര കിട്ടും എന്നുള്ളതൊക്കെ. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരം. അപ്പോൾ ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നാഷണൽ മിനിമം വേജ് റൈസ് എന്നുള്ളതാണ് പറയുന്നത്. പ്രീവിയസ് റേറ്റും ഈ വർഷത്തെ ന്യൂ റേറ്റും ആണ് ജസ്റ്റ് ആദ്യം ഒന്ന് പറയാൻ പോകുന്നത്. ഏജ് 21 ആൻഡ് എബോവ് 11.44 ആയിരുന്നത് 12.21 ആയിരിക്കുന്നു. ഏജ് 18 to 20 8.60 ആയിരുന്നത് 10 ആയിരിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർ ഈ 18 to 20 ഇടയിൽ വരുന്നവർക്കുള്ള റേറ്റും കൂടിയാണ് കേട്ടോ അത്. ദെൻ 16 to 17 6.40 ആയിരുന്നത് 7.55 ആയിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവർക്കുള്ള റേറ്റ് സെയിം 6.40 തന്നെയായിരുന്നു. അത് സെയിം 7.55 തന്നെയായിരിക്കുന്നു. ഇതൊക്കെയാണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഇത് പെർ അവറിന്റെ റേറ്റ് ആണ് കേട്ടോ, പെർ അവർ. 10 മണിക്കൂർ ചെയ്താൽ ഇതിന്റെ 10 ഇരട്ടി കിട്ടും. ഓക്കെ, നാഷണൽ മിനിമം വേജ് ഫോർ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ ആക്ച്വലി വേജിൽ അത്യാവശ്യം നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിലും ഇവിടുത്തെ എന്താണ്, ഞാൻ ആദ്യം 150 റെന്റിന് നിന്നിട്ടായിരുന്നു, 250 അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലയും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ 13,000 രൂപയ്ക്കായിരുന്നു എനിക്ക് സാലറി ഉണ്ടായിരുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞാൽ 1000 രൂപ കൂട്ടി തരും, 14,000 രൂപയ്ക്ക് തരും. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ അതല്ല. ഇവിടെ സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വേജും കൂടുന്നുണ്ട്. അതാണ് എനിക്ക് യു കെനെ ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ. മണി 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 നല്ല ഒരു സംഭവമാണ്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ 2024 11.44 ആയിരുന്നു. 2023 10.42. 2022 9.50 2021 8.91. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ 2022 വന്നപ്പോൾ 8.91 ആണെന്നായിരുന്നല്ലോ. അപ്പോൾ 2021 ഏപ്രിൽ ടു 2022 മാർച്ച് 31 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലാണ് 891 ആയിരുന്നത്. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റ് ആണ്, 891 തന്നെയാണ്, കറക്റ്റ് ആണ്. ഇപ്പൊ ഡാറ്റയോട് കൂടിയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ച് പറഞ്ഞതാണ്. പക്കയാണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് ചേഞ്ച് വരാം. അതായത് ഏപ്രിൽ 1 ചേഞ്ച് ആവും. നെക്സ്റ്റ് മാർച്ച് 31 വരെ ആ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഏപ്രിൽ 1 ചേഞ്ച് ആയിരിക്കുന്നത് 12.21 അത് നെക്സ്റ്റ് മാർച്ച് 31 വരെ ആ റേറ്റ് ആയിരിക്കും. ഇത് മിനിമം വേജ് ആണ് കേട്ടോ. ഇതിൽ കൂടുതൽ പല കമ്പനികൾ ഓഫർ ചെയ്യും. ഇപ്പൊ ആമസോണിൽ 13.50 ബേസിക് കയറുന്ന എല്ലാവർക്കും. അതിൽ കൂടുതൽ കൊടുക്കുന്ന കമ്പനികളുണ്ട്. പിന്നെ 40 മണിക്കൂറിനും കൂടുതൽ ചെയ്യുമ്പോൾ ഡബിൾ പേ അല്ലെങ്കിൽ 1.5 പേ കിട്ടും. ആമസോണിലായാലും 1.5 പേ കിട്ടും. 50 to 60 ചെയ്യുമ്പോൾ ഡബിൾ പേ ഒക്കെ ഉണ്ട് ആമസോണിൽ. അത് ഡിപ്പെൻസ് ആണ്. ഇനി ഈ നാഷണൽ മിനിമം വേജ് 12.21 മാത്രം വെച്ചിട്ട് നമ്മൾ 40 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു വീക്കിൽ നമുക്ക് 488.4 പൗണ്ട് കിട്ടും. 488 എന്ന് പറഞ്ഞാൽ 500 ഇത് ടാക്സ് ഒഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് കേട്ടോ പറയുന്നത്. നമുക്ക് എത്ര കിട്ടും, കയ്യിൽ കിട്ടും എന്നുള്ളതല്ല. ഇത്രയും നമുക്ക് വരാം. 488 വരെ നമുക്ക് റേറ്റ് വരാം. ഓക്കെ, 488 അപ്പൊ ഏറെക്കുറെ 500. ഇത് ഏറെക്കുറെ ഒരു 12 പൗണ്ടിന്റെ കുറവാണുള്ളത്. അപ്പോൾ 4 വീക്ക്, ഒരു മാസത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 50 പൗണ്ടാണ് കുറവ് വരുന്നത്. ടോട്ടൽ 2000 പൗണ്ടിന് ഒരു 50 പൗണ്ടാണ് കുറവ് വരത്തുള്ളൂ 2000 പൗണ്ടിനേക്കാൾ. അതായത് 1950 പൗണ്ടോളം നമുക്ക് ഏറെക്കുറെ ഒരു മാസത്തിൽ ടാക്സ് എക്സ്ക്ലൂഡിങ് ആയിട്ടുള്ള എമൗണ്ട് ആണ് പറയുന്നത്. ടാക്സ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള എമൗണ്ട് ആണ് പറയുന്നത്, ടാക്സ് ഒഴിച്ചിട്ടുള്ള എമൗണ്ട് അല്ല പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇനി അതൊന്നും നോക്കാം.
ഈ 488.4 ഒരു വീക്കിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ HMRCയുടെ ആപ്പ് ഒന്ന് എടുത്തിട്ട് അതിൽ നമ്മുടെ ടാക്സ് കോഡും വീക്കിലി ആണോ മന്ത്ലി ആണോ പേ എന്നുള്ളതും കൊടുത്ത് നമ്മുടെ എമൗണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്നുള്ളത് അറിയാൻ പറ്റും. And that amount comes around 419, 419.08 ആണ് നമുക്ക് ഏറെക്കുറെ നമ്മുടെ കയ്യിൽ കിട്ടുക. സ്റ്റിൽ ഓക്കെ ആണ്. നമുക്ക് ഫുൾ ടൈം വർക്ക് ഉണ്ട്, 40 മണിക്കൂറിന് ഒരു വീക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 419 ഒരു വീക്ക് കിട്ടും. പിന്നെ 4 ചെയ്ത് കഴിഞ്ഞാൽ 1600 മേലെ. 1600 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ GBP to INR റേറ്റ് വെച്ച് 110 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,70,000 ഒക്കെ വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 418 മിനിമം വേജ് വെച്ചിട്ടുള്ള 488 ടാക്സ് ഇങ്ങനെയാണ് പോകുന്നത്. 419 നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. ടാക്സ് 49 വരും. ആൻഡ് NIയുടെ ടാക്സും വരും. അത് കഴിച്ചിട്ട് 419 നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്ന എമൗണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് പറയാനുള്ള ഡാറ്റാസ്. ഇനി UK വരാൻ നോക്കുന്നവർക്ക് NI ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നാഷണൽ മിനിമം വേജ്. ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ, അത്രേ ഉള്ളൂ. വലിയ ലെങ്തി ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് പറയാനുള്ള കുറച്ച് സംഭവങ്ങൾ. സോ ദാറ്റ്സ് ഇറ്റ്. നാഷണൽ മിനിമം വേജ് ചേഞ്ച് ആയിരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സപ്പോർട്ട്. ഓക്കെ, ബൈ.